രാജ്കുമാർ, കൊല്ലത്തും കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടുത്തെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രധാനമായും എവിടേക്കാണ് അവിടെ ചൂട് അനുഭവപ്പെടുന്നത്? കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നമ്മൾ അവിടെ പോയിരുന്നു. നമ്മള് പുനലൂരിൽ അന്ന് 37 ഡിഗ്രി ചൂടുണ്ടായിരുന്നു പുനലൂര്. അന്ന് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ താപനില ഉയർന്ന ഒരു സ്ഥലം പുനലൂർ. എപ്പോഴും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും പുനലൂര് അതിനൊരു പേരുകേട്ട സ്ഥലമാണ് കേരളത്തിൽ. അവിടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സംവിധാനങ്ങളും ഉണ്ട് അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന്. നമ്മളവിടെ മുട്ട ബുൾസൈ ഈ വെയിലത്ത് വെച്ച് അതിന്റെ ദോശക്കല്ലിൽ വെച്ച് നമ്മൾ മുട്ട ബുൾസൈ ഉണ്ടാക്കിയിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തതാണ്. അപ്പൊ അത്രയും ഏറെ ഒരു തീഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയാനകമായ ഒരു കാലാവസ്ഥ വ്യതിയാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് പുനലൂർ. ഇന്നിപ്പോ അവിടെ കനത്ത ചൂട് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ട്. കാട്ടാന തെന്മലയിൽ ചരിഞ്ഞ സംഭവം, അല്ല തെന്മലയിലെ പിറവന്തൂരിൽ ചരിഞ്ഞ സംഭവം. അപ്പൊ അവിടെ നിർജ്ജലീകരണം സംഭവിച്ചതാകാമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനവും അത് തന്നെയാണ് പറയുന്നത്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കൂ എന്നാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട വെറ്റിനറി സർജൻമാർ നൽകുന്ന ഒരു വിവരവും. അപ്പോൾ വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകളെല്ലാം മാറ്റി അത് നഗരപ്രദേശ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇതിന്റെ വന്യമൃഗങ്ങൾ കൂടുതൽ കടന്നു വരാൻ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ പോകുന്നുണ്ട്. വനം വകുപ്പ് അത് തടയുന്നതിന് വേണ്ടി വനത്തിനുള്ളിൽ ജലസ്രോതസ്സുകൾ ഒരുക്കാൻ വേണ്ടിയുള്ള നടപടികൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനത്തിൽ ചർച്ചയിലൊക്കെ നടത്തിയിരുന്നു. അതെല്ലാം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഉണ്ടാവുന്ന പ്രതിഭാസം എന്ന് പറയുന്ന എല്ലിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഷ്ണതരംഗം അതിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ 2 വർഷമോ 3 വർഷം വരെ ഈ ഒരു പ്രതിഭാസം നീളാൻ സാധ്യതയുണ്ട്. പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലാ നിന എന്ന് പറയുന്ന പ്രതിഭാസം. ഇത് പിന്നെ മഴയായി മാറും. ഈ സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന ടൺ കണക്കിന് അല്ലെങ്കിൽ മെട്രിക് ടണ്ണായിട്ടുള്ള നീരാവി ഇത് ആകാശത്തേക്ക് പോവുകയും പിന്നീട് തണുക്കുമ്പോഴാണ് മേഘവിസ്ഫോടനം ഉൾപ്പെടെയുള്ള മഴയുടെ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. നമ്മളെയൊക്കെ പോലുള്ള ആളുകളെ അത് ബാധിക്കുന്നത്, കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ പ്രളയം പോലും ഇതിന്റെ ഭാഗമായി സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വീണ്ടും പ്രളയം വരാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് ഈ ഏഷ്യൻ തീരങ്ങളിൽ അത് ഉണ്ടാകും. കേരളത്തിലും അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഈ കാലാവസ്ഥാ രംഗത്തെ ഗവേഷകർ നൽകുന്ന സൂചന. ലാലിന എന്ന് പറയുന്നതിനെ കൂടുതൽ ഭയക്കണമെന്നാണ് അവർ പറയുന്നത്. കാര്യം എല്ലിനോ എത്രമാത്രം ഇപ്പോൾ ഈ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ചൂട് താപം ഉയർത്തുന്നുണ്ടോ അനുസൃതമായി മഴയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ലാലിന പ്രതിഭാസത്തിലൂടെ സംഭവിക്കുന്നത്. അതേസമയം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ആഗോളതാപനം. പല കാരണങ്ങൾ കൊണ്ട് ഇതില് കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ താപനില ഉയരുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഭൂമിയിൽ മനുഷ്യൻ അതിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അതിമഴ അല്ലെങ്കിൽ അതിശൈത്യം, ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥ കടന്നു പോകുന്നത്. ശരി, രാജ്കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്താകെ തന്നെ കൊടും ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. 3 ജില്ലയിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.